എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു മീൻകറി തന്നെയാണ്, പക്ഷേ ഒരു ലേശം വ്യത്യാസത്തോടു കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. നമ്മുടെ മീൻകറിക്ക് വേണ്ടി ഞാൻ ചൂരയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നത് ഈ ചൂരക്കകത്തുള്ള ഇതിൻ്റെ പരിഞ്ഞിലെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ, അതാണ്. അതും കൂടെ ഞാൻ എടുത്തു. ഇനി നമുക്ക് നമ്മുടെ മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് സംഭവങ്ങൾ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് തീ നല്ലപോലെ കുറച്ചിടണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഇതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറു തീയിലിട്ട് വേണം ഇത് ചൂടാക്കാൻ, അല്ലെങ്കിൽ ഇതിന് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെയും കൂടെ പച്ചമണമൊന്നും മാറുമല്ല, ഇതിൻ്റെ വെള്ളം ഒന്ന് വലിയുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അല്ലാതെ ഭയങ്കരമായിട്ടങ്ങ് ഫ്രൈ ചെയ്യുന്ന വേണ്ട, നമ്മൾ വറുത്തരയ്ക്കുന്ന പോലെ അത്രയൊന്നും വേണ്ട. ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മതി. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ മതി. ഇപ്പം നമ്മുടെ തേങ്ങയും കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് നമുക്ക് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനൊരു വലിയ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 3-4 എണ്ണം എടുക്കാം. അപ്പം നമ്മുടെ ഈ ചെറിയ ഉള്ളിയും ഈ മിക്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ കൂട്ടൊന്ന് തണുക്കട്ടെ, അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ കൂട്ടെല്ലാം നന്നായിട്ട് തണുത്തപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് കടുകിടാം കേട്ടോ. പക്ഷെ എനിക്ക് മീൻകറിക്കകത്ത് കടുക് വറുക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കടുക് ഇടാറില്ല. പകരം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് വഴന്നിട്ടിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് ഷോർട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കും. നമുക്കിതിലേക്ക് മീൻ വേകാൻ ആവശ്യമായ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സി തന്നെ കഴുകി ഒഴിച്ചാൽ മതി. ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 കഷ്ണം കുടംപുളി വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ സാധാരണ ഇങ്ങനെ കറി വെക്കുന്നത് ചൂരയിലും മറ്റേ നമ്മുടെ തേടിലും ഒക്കെയാണ് കേട്ടോ. വേറെ എല്ലാ മീനിലും പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ തന്നെ ഒരുപക്ഷെ എല്ലാ മീനും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്കിതൊന്ന് അടച്ചു വെച്ചെടുക്കാം. മീൻ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതുവരെ നമ്മൾ ഉലുവപ്പൊടി ഇട്ടില്ലല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് കൂടി നിന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരട്ടെ. നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അത്രയും കുറുക്കിയെടുക്കാം.
നമ്മുടെ മീൻകറി എല്ലാം റെഡിയായി. എനിക്ക് ഇത്രയും ചാറ് മതി. ഒരുപാട് ഇവിടെ ചാറ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചാറ് വേണമെന്നുള്ളവർക്ക് ഇത്രയും വറ്റിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മീൻകറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മീൻകറി പച്ചയ്ക്ക് തേങ്ങയൊക്കെ അരച്ച് ഉണ്ടാക്കും, അതുപോലെ തന്നെ വറുത്തരച്ചുണ്ടാക്കും, മുളകിനകത്ത് ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവാം. അപ്പോൾ അറിയാതെ വയ്യാത്തവർക്ക് വേണ്ടി കാണിച്ചതാണ് കേട്ടോ. അതായത് മുളകും മല്ലിയൊക്കെ വറുത്തിട്ട് തേങ്ങ ഒന്ന് ചൂടാക്കി, തേങ്ങയും നന്നായിട്ട് വറുക്കൊന്നും വേണ്ട, തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അങ്ങനെ മീൻകറി വെക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.